യുഎസും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലേക്ക് ഇറാന്റെ അതിശക്തമായ ആക്രമണ പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28 മുതൽ നിരവധി ഗൾഫിലെ ഫെസിലിറ്റികളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും മറ്റുമൊക്കെയും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനിൽ നിന്ന് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഒരു വീഡിയോ സഹിതമായി പുറത്തു വന്നത്. ഇറാന്റെ സ്റ്റേറ്റ് TV തന്നെ പുറത്തുവിട്ട ഈ വീഡിയോയിൽ പറയുന്നത്, ഞങ്ങളുടെ അയൽവാസികളായ കൺട്രികളെ ഇനി ഞങ്ങൾ ആക്രമിക്കുകയില്ലെന്നും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളോട് ഇതുവരെ ആക്രമണം നേരിട്ടതിൻ്റെ പേരിൽ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൃത്യമായ ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം തീർച്ചയായും ഗൾഫിലുടനീളമുള്ള ജനങ്ങളും പ്രത്യേകിച്ച് മലയാളികളടക്കം അടങ്ങുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഒരു സന്തോഷത്തിൻ്റെ വക്കിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പ്രവാസികൾ ജീവിക്കുന്ന ഗൾഫ് മേഖലയിൽ ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം നിന്നുപോകുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഇറാൻ ആക്രമണം നടത്തുകയും ഈ ഒരു വാക്കിന് ഒരു വിലയുമില്ല, അല്ലെങ്കിൽ എന്താണ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞത് എന്ന് സംശയത്തിന്റെ നിലയിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. മസൂദ് പെസസ്കിയാൻ എന്ന് പറയുന്ന ഇറാൻ പ്രസിഡന്റ് ഇത്തരത്തിൽ പറഞ്ഞതിന് ശേഷവും എന്തുകൊണ്ടാണ് ഗൾഫിലേക്ക് ഇത്തരത്തിൽ ആക്രമണ പരമ്പരകൾ തുടരുന്നത് എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അതിന് വിശദീകരണവുമായി ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി അല്പസമയത്തിന് ശേഷം തന്നെ രംഗത്ത് വരികയായിരുന്നു. കാരണം നമുക്കറിയാം, 2-3 ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ അബ്ബാസ് അറാക്ചി പറഞ്ഞിരുന്നു, നെയ്ബറിംഗ് കൺട്രികളെ ഞങ്ങളിലേക്ക് ഇനി ആക്രമണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുക ഇല്ല എന്ന്. അതായത് ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്, ഞങ്ങൾ ആ രാജ്യങ്ങളെയല്ല ആക്രമിക്കുന്നതെന്നും ആ രാജ്യങ്ങളിലുള്ള US അസറ്റുകളെയും US-ന്റെ ബേസുകളെയുമാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്നും, അതായത് ഞങ്ങളിലേക്ക് അവിടെ നിന്ന് ആക്രമണം വന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് കൃത്യമായി പറയുന്നത് അമേരിക്കയുടെ ഫെസിലിറ്റികൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് ഇവയെന്നും, അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഞങ്ങളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഇത്തരം രാജ്യങ്ങളിലേക്ക്, ഇത്തരം അമേരിക്കൻ അസറ്റുകൾ കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് ആക്രമണം ഞങ്ങൾ നിർത്തുകയുള്ളൂ എന്നുമാണ് മസൂദ് പെസസ്കിയാൻ വളരെ കൃത്യമായി പറഞ്ഞത് എന്ന് അല്പസമയത്തിന് ശേഷം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി വന്ന് വിശദീകരണം നടത്തുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണവും അബ്ബാസ് അറാക്ചി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഞങ്ങൾ നെയ്ബറിംഗ് കൺട്രികളെ ഇനി ആക്രമിക്കുകയില്ല, തീർച്ചയായും അവരോട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മസൂദ് പെസസ്കിയാൻ വന്നതിന് ശേഷം അല്പസമയത്തിന് ശേഷം തന്നെ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും, ഇതാ ഇറാൻ കീഴടങ്ങിയിരിക്കുന്നു, ഇനി ഗൾഫ് രാജ്യങ്ങളെ അവർ ആക്രമിക്കുകയില്ല, അവർ നിരുപാധികം കീഴടങ്ങാൻ പോകുന്നു, അവരുടെ ശേഷി കുറയുന്നതിനുള്ള തെളിവാണിത് എന്നൊക്കെ പറഞ്ഞ് ഇത് അമേരിക്കയുടെ ഇറാനിലെ കൃത്യമായ ആക്രമണ പരമ്പരയുടെ ശക്തിയാണ് തെളിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇറാൻ ആക്രമണം പുനരാരംഭിക്കുകയും ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം അമേരിക്കൻ പ്രസിഡന്റ് തെറ്റിച്ചു, അമേരിക്കൻ പ്രസിഡന്റ് ഇത് ഇല്ലാതാക്കി എന്ന് പറഞ്ഞുകൊണ്ടും ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ രംഗപ്രവേശനം നടത്തിയിരുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ വളരെ കാലമായുള്ള അവരുടെ ആശയമാണ്, അവരുടെ തത്വമാണ്, അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ GCC രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ബേസുകളെയും അമേരിക്കക്ക് ആതിഥ്യമരുളുന്ന രാജ്യങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത്. അതിൽ അവർ അന്നും ഇന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കൃത്യമായും അമേരിക്കൻ ബേസുകളിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ ജൂണിലും അവർ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. ഇതിൽ അവർക്കൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് മേഖലായുദ്ധമായി പരിണമിക്കും, ഞങ്ങൾ ഈ മേഖലയിലാകെ യുദ്ധത്തെ വ്യാപിപ്പിക്കുമെന്നവർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. മണിക്കൂറുകൾക്കകം തന്നെ കഴിഞ്ഞ മാസം 28-ന് ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തി. മണിക്കൂറുകൾക്കകം തന്നെ
ഇതൊരു മേഖലാ യുദ്ധമാക്കി ഇറാൻ മാറ്റി എന്നുള്ളതും ഇറാന്റെ ഒരു കഴിവ് തന്നെയാണ്. ഏതായാലും GCCയിലെ വിവിധ രാജ്യങ്ങളിലേക്കും എന്തിലധികം സൈപ്രസിലേക്കും അതുപോലെ തന്നെ അസർബൈജാനിലേക്ക് പോലും ആക്രമണം വ്യാപിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അസർബൈജാനിലും അതുപോലെ തന്നെ സൈപ്രസിലും ഇറാനല്ല ആക്രമണം നടത്തിയതെന്ന് അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തെ വളരെ വ്യാപകമായി കൊണ്ടുപോകുവാനും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക്, അവർ പോലും അലേർട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇത് ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു സാമ്പത്തിക യുദ്ധമാവാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വെനിൻസുലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവരുന്നത് പോലെ ഇറാനെ ആക്രമിച്ച് അവർക്ക് കൈകഴുകി പോകാൻ പറ്റില്ല എന്നവർ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു രീതിയിലേക്ക്, സാമ്പത്തിക യുദ്ധത്തിലേക്ക് GCC രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇപ്പോൾ ഈ യുദ്ധത്തെ കൊണ്ടുപോകാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെ എക്കാലത്തെയും അവരുടെ ആശയമാണ്, അവരുടെ യുദ്ധതന്ത്രം തന്നെയാണ് അവർ പിന്തുടരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടക്കുകയും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലെ എണ്ണ ഫെസിലിറ്റികളെയും മറ്റുമൊക്കെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. ഇതുവഴി ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തെ ഇല്ലാതാക്കുകയും എണ്ണ പ്രൊഡക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുവാനും ഇടയായി. ഇത് ലോകരാജ്യങ്ങളിൽ എണ്ണയ്ക്ക് വില കൂടുവാനും പ്രത്യേകിച്ച് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ LNG ഉൽപ്പാദിപ്പിക്കുന്ന ഖത്തറിൻ്റെ എനർജി ഫെസിലിറ്റികളെയും മറ്റുമൊക്കെ ആക്രമിച്ചുകൊണ്ട് ഈ ഗ്യാസ് LNG ഉൽപ്പാദനത്തിൽ താൽക്കാലികമായി ഒരു നിർത്തലാക്കൽ നടത്തേണ്ടി വരികയും LNGക്ക് ലോക വിപണിയിൽ വില കൂടുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് US ഇതിനോടകം തന്നെ ഈ യുദ്ധത്തിന് $100 ബില്യൺ ചിലവ് വന്നു എന്നാണ് US തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ നമുക്കറിയാം, ഇറാന്റെ താരതമ്യേന വില കുറഞ്ഞിട്ടുള്ള ഷാഹിദ് ഡ്രോണുകളാണ് കൂടുതലായും ഇറാൻ ഉപയോഗിച്ചു വരുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഈ ഷാഹിദ് ഡ്രോണുകളാണ് ഇറാൻ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഇതിനെ തടുക്കുവാൻ വേണ്ടി US കീഴിലുള്ള US അലൈ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അമേരിക്കക്കും ഇസ്രയേലിനും കൃത്യമായും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നത് തീർച്ചയായും വളരെ വലിയ ചിലവ് യുദ്ധത്തിനുണ്ടാക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ US നാഷണൽ ഇൻ്റലിജൻസ് നടത്തിയ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് 4 ആഴ്ച കൊണ്ടോ 6 ആഴ്ച കൊണ്ടോ ഇത്തരത്തിൽ അതിവിപുലമായ US നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം 4 ആഴ്ചകൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നും പിന്നീട് 6 ആഴ്ചകൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഒക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റായി ട്രംപ് പറയുന്നത് എത്ര കാലം നീളുമെന്ന് അറിയില്ല എന്നാണ്. അതായത് US ഇറാനിൽ നിന്ന് പിന്തിരിയണമെന്നുണ്ട്, പക്ഷേ ഏത് രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ അമേരിക്കക്ക് തന്നെ ഒരു പ്ലാൻ ഇല്ലാതെ പോവുകയും തീർച്ചയായും യുദ്ധം പാതി വഴിയിൽ ഇട്ട് വെച്ച് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനി യുദ്ധം നിർത്താൻ അമേരിക്കക്ക് യാതൊരു പ്ലാനുമില്ലെങ്കിൽ അത് അമേരിക്കൻ്റെ നാറ്റോ ഇതര അലൈസ് ആയിരിക്കുന്ന GCC രാജ്യങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൾഫിൽ ഇതിനോടകം തന്നെ അമേരിക്കയോടുള്ള വിശ്വാസത നഷ്ടപ്പെട്ടു എന്ന പഠനങ്ങളും പുറത്തു വരുന്നു. അതുപോലെ തന്നെ പല റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് അമേരിക്കയിലുള്ള GCC രാജ്യങ്ങളുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ GCC രാജ്യങ്ങൾ പിൻവലിക്കുവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വരികയാണ്. ഇത് ഒന്ന്, എണ്ണ വ്യാപാരം നടക്കുന്നില്ല, ഡോളറിൻ്റെ ശക്തിയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഒരു നട്ടെല്ലായ പെട്രോൾ വ്യാപാരം നടക്കുന്നില്ല. അതുപോലെ തന്നെ അതിനു പുറമെ GCC രാജ്യങ്ങളുടെ കോടിക്കണക്കിന് ബില്യൺ ഡോളർ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നിന്ന് പിൻവലിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് വേണ്ടി ആരംഭിച്ച യുദ്ധത്തിന് ഇതിനോടകം തന്നെ
അമേരിക്കൻ സൈനികരിൽ തന്നെ ഇതിനോടകം പ്രതിഷേധമുണർന്നിട്ടുണ്ട്. അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ യുദ്ധത്തിൽ താല്പര്യമില്ല എന്ന് അമേരിക്കയിലെ വിവിധ പഠനങ്ങൾ തന്നെ പുറത്തു വന്ന വിഷയമാണ്. അത്തരത്തിൽ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാനിൽ വളരെ കൃത്യവും ശക്തവുമായ ആക്രമണ പരമ്പരകൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഓയിൽ ഫെസിലിറ്റികളെ ആക്രമിച്ചുകൊണ്ട് ടെഹ്റാനിലുടനീളം പുക വ്യാപിക്കുന്ന രീതിയിലേക്ക് വളരെ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ ഇതൊക്കെയും പ്രതീക്ഷിച്ച ആക്രമണമായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊട്ടും സംശയിക്കേണ്ടതില്ല. എന്നാലും ഇറാനിന് വരുന്ന നഷ്ടങ്ങൾക്കും അപ്പുറത്ത് കോടിക്കണക്കിന് ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടങ്ങളാണ് അമേരിക്കക്ക് വരുന്നത്. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത അവസ്ഥ ആസന്നമായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചുരുക്കത്തിൽ GCC രാജ്യങ്ങളിൽ അമേരിക്ക ആക്രമണം നിർത്തുകയും അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകൾ ഇട്ടയിഞ്ഞു പോവുകയും ചെയ്താൽ മാത്രമേ GCC രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം നിർത്തുകയുള്ളൂ എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.